പക്ഷം വരുന്നുണ്ട്. അത് യാതൊരു കാര്യവുമില്ലാതെ കേസിന്റെ മെറിറ്റിനെ ബാധിക്കാത്തൊരു വിഷയമാണ് മെമ്മറി കാർഡിനെ കുറിച്ചുള്ള. പക്ഷെ യാതൊരു കാര്യമില്ല. ഇത്ര ഉളുപ്പുണ്ട് നിനക്ക് ഈ വന്ന് പച്ചക്കള്ളം വിളിച്ചു പറയും. എന്താ ഒരു കാര്യമില്ലാത്തത്? മെമ്മറി കാർഡ് പരിശോധിച്ചത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ബാലചന്ദ്രകുമാറിന്റെ മരണം, അത് വെറും മരണമല്ല, അതൊരു ദുരൂഹതയുണ്ട്, അത് കൊലപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഈ പറയുന്ന അനന്തു ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി കൊടുത്ത കേസ്, എന്തുകൊണ്ട് കേസ് കൊടുത്തു എന്നുള്ളതിനൊക്കെ കാണിച്ചുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ആർക്കും ഈ അരിഹാരം കഴിക്കുന്നവർക്ക് തന്നെ മനസ്സിലാവും അതിനകത്തൊരു ദുരൂഹത ഉണ്ട് എന്നുള്ളതാണ്. വെറും കിഡ്നി, അതായത് ഈ പറയുന്ന സ്റ്റോണുമായി പോയ ഒരാളുടെ കിഡ്നി കംപ്ലൈന്റ് ആവുന്നു, ഒരു കിഡ്നി കംപ്ലൈന്റ് ആവുന്നു, പെട്ടെന്ന് 2 കിഡ്നി കംപ്ലൈന്റ് ആവുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെയുള്ള ഒരു ഡോക്ടർ, ഈ ഡോക്ടറാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുനരന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, സർക്കാരിന് പുള്ളി മെയിൽ അയക്കുന്നു. അതിനുശേഷം ഇതൊരു അന്വേഷണത്തിന് ഉത്തരവാകുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു വാർത്ത നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ടുണ്ട്. അതുമല്ല, ഈ മെമ്മറി കാർഡിന്റെ വിഷയത്തിൽ പിന്നീട് ഈ നടി തന്നെ എന്ത് ചെയ്തു, മെമ്മറി കാർഡ് അനാവശ്യമായിട്ട് പരിശോധിച്ചു, അതിനും ഒരു പുനരന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നടിയും ഹർജി കൊടുത്തിട്ടുണ്ട് സുപ്രീം കോടതിയിൽ. ഓക്കെ, അപ്പോ നമ്മുടെ രാഹുൽ ഈശ്വർ, അതായത് വേട്ടക്കാരുടെയൊക്കെ കൺകണ്ട ദൈവം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രാഹുൽ ഈശ്വർ, എവിടെയൊക്കെ വേട്ടക്കാരുണ്ട് അവരൊക്കെ പോയി കാലി നക്കി അവരെ നിന്നൊക്കെ ക്യാഷ് വാങ്ങി വിഴുങ്ങിക്കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് വിടുവേല ചെയ്യുന്ന നമ്മുടെ രാഹുൽ ഈശ്വർ. ഏറ്റവും അവസാനം പറഞ്ഞാൽ ടിനി ടോമിന്റെ വിഷയത്തിൽ തന്നെ അൻസബയാണ് കുറ്റക്കാരി, ടിനി ടോം പഞ്ചപാപം എന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത്. ഇവിടെ രാഹുൽ ഈശ്വർ ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊന്നുമല്ല, ഇത് പേട്ടനെ ഉദ്ദേശിച്ചാണ്, ഇത് പേട്ടനെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. നമുക്ക് ആദ്യം ഈ പറയുന്ന നമ്മുടെ രാഹുൽ ഈശ്വർ, അത് നമുക്ക് അറിയാലോ, എപ്പോഴും നമ്മുടെ പേട്ടന്റെ കേസ് വരുമ്പോൾ അങ്ങ് കൊടിയും പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ വാള് കൊടുത്തുകൊണ്ട് ആദ്യം വെട്ടാൻ വേണ്ടി ഓടി വരുന്നത് രാഹുൽ ഈശ്വർ, കാരണം നല്ല പണം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ആദ്യം രാഹുൽ ഈശ്വർ എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ബാലേന്ദ്രകുമാറിന്റെ ആത്മാവിന് ശാന്തി ഉണ്ടാകട്ടെ. അദ്ദേഹം ഈ ഭൂമിയിൽ പറഞ്ഞ കള്ളങ്ങൾക്ക് അദ്ദേഹത്തിന് ദൈവം ശിക്ഷ നൽകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബാലേന്ദ്രകുമാർ പറഞ്ഞ കള്ളങ്ങൾ എന്തൊക്കെയാണെന്ന് കോടതി വിധിയിൽ അക്കമിട്ട് അത്തരം കാര്യങ്ങൾ കോടതി വിധിയിൽ തന്നെ പറയുന്നുണ്ട്. അത് പോട്ടെ, അത് മറ്റൊരു വിഷയമാണ്. ബാലചന്ദ്രകുമാർ പറഞ്ഞ കള്ളങ്ങൾക്കെല്ലാം അങ്ങനെ ശാന്തി കിട്ടട്ടെ എന്ന് ആദ്യം, പിന്നെ ബാലചന്ദ്രകുമാർ പറഞ്ഞ കള്ളങ്ങൾക്കെല്ലാം അങ്ങനെ ശിക്ഷ കിട്ടാതിരിക്കട്ടെ. നിങ്ങൾ ഇവിടെ വന്ന് ഈ പണം വാങ്ങിച്ചുകൊണ്ട് വിളിച്ചു പോകുന്ന കള്ളങ്ങളില്ലേ, അതിന് നിങ്ങൾക്ക് ശിക്ഷ കിട്ടാതിരിക്കട്ടെ, അത് ദൈവത്തോട് പ്രാർത്ഥിക്കും. ഞാൻ ചെയ്ത പാപത്തിന് എനിക്ക് ശിക്ഷ തരാതിരിക്കട്ടെ എന്ന് താങ്കൾ പ്രാർത്ഥിക്കൂ എന്നേ എനിക്ക് പറയാനുള്ളൂ. കടക്കുന്നില്ല. എന്തായാലും ഈ പുതിയ വിഷയം നമുക്ക് നോക്കാം. ബാലേന്ദ്രകുമാറിന്റെ റിപ്പോർട്ട് എക്സ്ക്ലൂസീവ്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന സാക്ഷി ബാലചന്ദ്രകുമാറിന്റെ മരണത്തിൽ ദുരൂഹത സംശയിക്കുകയാണ് കുടുംബ സുഹൃത്ത് അനന്തു സുരേഷിന്റെ പരാതിയിൽ ഡിജിപി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് അന്വേഷണ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കുടുംബമല്ലേ സംശയിക്കുന്നത്? അപ്പം കുടുംബ സുഹൃത്ത് എന്താ പരാതി കൊടുക്കുന്നത്? വീട്ടുകാർക്ക് സംശയം ഉണ്ടെങ്കിൽ എന്താ വീട്ടുകാർ പരാതി കൊടുക്കാത്തത്? കുടുംബ സുഹൃത്ത് എന്ത് പരാതി കൊടുത്താൽ തേഞ്ഞു പോകുമോ? അല്ല, എനിക്ക് രാഹുൽ ഈശ്വർ ചോദിക്കാനുള്ളത്, കുടുംബമല്ലേ സംശയിക്കുന്നത്, പിന്നെ എന്ത് കുടുംബം പരാതി കൊടുക്കാത്തത്? കുടുംബ സുഹൃത്ത് പരാതി കൊടുത്താൽ തേഞ്ഞു പോകുമോ? അതൊരു പെൺകുട്ടിയായിരിക്കും, അവർക്ക് ഇതിന്റെ ബാക്കിൽ ഓടാൻ പറ്റുന്ന ഒരു ഇതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, അവരെ കുടുംബ സുഹൃത്തിനെ ഏൽപ്പിച്ചു കേസ് കൊടു എന്ന് പറഞ്ഞു, എന്ത് തേഞ്ഞു പോകും? അപ്പൊ ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ, ഈ പിന്നീട് ദിലീപിന്റെ കേസ് പറയുമ്പോൾ ദിലീപല്ലേ വന്ന് വെളുപ്പിക്കാനുള്ളത്, നീ എന്തിനു വന്ന് വെളുപ്പിക്കുന്നു? ദിലീപല്ലേ വെളുപ്പിക്കാനുള്ളത്, നീ എന്തിനു വന്ന് വെളുപ്പിക്കണു? പൈസ വാങ്ങിച്ചിട്ടോ ആണോ? തന്നെ രാഹുലെ, ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നാണ് ശ്രീ ദിലീപിനെതിരുള്ള കേസ്. പാവപ്പെട്ട പൊതുജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് മാധ്യമങ്ങളിൽ പലരും, 99% മാധ്യമങ്ങളും നിങ്ങൾക്ക് റോങ് ഇൻഫർമേഷൻ, ഫേക്ക് ന്യൂസ് ഫീഡ് ചെയ്യുക. 99% മാധ്യമങ്ങളും ഫേക്ക് ആയിട്ടുള്ള സത്യമായിട്ടുള്ള പിന്നീട് വാർത്ത തന്നെയാണ് ഫീഡ് ചെയ്തത്. നീ മാത്രമാണ് ഫേക്ക് ആയിട്ടുള്ള വാർത്ത പ്രചരിപ്പിച്ചത്. പിന്നെ പണത്തിന്റെയും അധികാരത്തിന്റെയും കൊഴുപ്പിൽ അതിനെ അട്ടിമറിക്കപ്പെട്ടു. കേരളം കണ്ട ഏറ്റവും വലിയ കള്ളക്കേസ്, ഏറ്റവും വലിയ അട്ടിമറിച്ച കേസ് എന്ന് തിരുത്തി പറയേണ്ടതായിട്ട് വരും രാഹുലെ. മനസ്സിലായി? ഇവിടെ പണം ഒരുപാട് വാങ്ങിച്ചാൽ എവിടെ കൂടി ആർക്കൊക്കെ പണം കൊടുക്കാൻ, ആരെയൊക്കെ കൊന്നു തള്ളാൻ പറ്റുമോ അവരെയൊക്കെ കൊന്നു തള്ളുമെന്നും അറിയാം. അതുകൊണ്ട് 99% ഈ പറയുന്ന മാധ്യമങ്ങൾ എന്തിന് എതിരായിട്ട് നിന്നു? അതിനൊരു വിശദീകരണം രാഹുൽ ഈശ്വറിന് പറയാനുണ്ടോ? എന്തുകൊണ്ട് എതിരായിട്ട് നിന്നു? താങ്കൾ മാത്രമാണല്ലോ കൊടി പിടിച്ചുകൊണ്ട് എന്റെ പേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട്, താങ്കൾക്ക് നല്ല രീതിയിലൊക്കെ കോടികൾ കിട്ടിയിട്ടുണ്ട്, താങ്കൾക്കറിയാം ഇത് ഇങ്ങനെ പോകുള്ളൂ, കാരണം ജഡ്ജി വരെ ഇവിടെ കൈക്കൂലി എടുത്ത് മാറ്റിയിട്ടുണ്ട്, എന്തെല്ലാം തെളിവുകൾ കൊടുത്തു.
ബാക്കി രാഹുൽ ഈശ്വർ എന്ന് എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് സത്യം പറഞ്ഞത്. മുഖ്യധാരാ മാധ്യമങ്ങളും ഡിജിറ്റൽ മാധ്യമങ്ങളും എല്ലാം നിങ്ങളോട് മത്സരിച്ച് കള്ളം പറഞ്ഞു. എന്നിട്ട് പക്ഷെ കോടതിയിൽ ആദ്യഘട്ടത്തിൽ, അതായത് പോലീസ് ആദ്യം ആരോപിക്കുന്ന ഘട്ടത്തിൽ കള്ളങ്ങൾ കൊണ്ട് പിടിച്ചു നിൽക്കാം, കുറെ ദിവസം ജയിലിലിടാം. അങ്ങനെ 10-85 ദിവസം ശ്രീ ദിലീപ് ജയിലിൽ കിടന്നു. പക്ഷേ ട്രയലിൽ വരുമ്പോൾ കള്ളങ്ങൾ പൊളിഞ്ഞു വരുമല്ലോ. പിന്നെ ഡ്രാമയോടെ ഡ്രാമ അതെ, ട്രയലിൽ വരുമ്പോ കള്ളങ്ങൾ പൊളിഞ്ഞു. ആദ്യം കൊടുത്തതെന്ന് കള്ളമായിരുന്നില്ല, കോടതി വിശ്വസിച്ച് 85 ദിവസം ജയിലിൽ കിടന്നു. പിന്നെ ട്രയലിൽ വരുമ്പോ കള്ളങ്ങൾ പൊളിഞ്ഞില്ല. ട്രയലിൽ വരുമ്പോ സ്വാധീനിക്കാമല്ലോ, നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്വാധീനിക്കാം, പണം വാരി എറിയാം, അധികാരം പ്രയോഗിക്കാം. അപ്പോഴത്തേക്ക് ഈ പറയുന്ന എത്ര പേര് മൊഴിമാറ്റി പറഞ്ഞു, ജയിലിൽ കിടന്നപ്പോ എത്ര പേര് മൊഴി പറഞ്ഞു, ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ എത്ര പേര് മൊഴിമാറ്റി. എന്തുകൊണ്ട് രാഹുലെ? ഇവിടെ പണം ഉണ്ടെങ്കിൽ എന്ത് തേങ്ങയും നടക്കുമെന്ന് എന്നുള്ളതാണ്. മനസ്സിലായോ? നാടകങ്ങൾ എല്ലാം ഒന്നൊഴിയാതെ ഉളുപ്പില്ലാതെ പൊളിഞ്ഞു വീണു. ഇന്നും പാവപ്പെട്ടവർ, എനിക്ക് ഇതിന്റെ താഴെ കമന്റ് ഇട്ടിരിക്കുന്ന സാധാരണ ജനങ്ങളെ ഓർത്താണ് വിഷമം തോന്നിയത്, സഹതാപം തോന്നിയത്. ഒരു സഹതാപമല്ല, അവർക്ക് ബുദ്ധിയുണ്ട്. ഇതുണ്ടോ, എല്ലാം ഉളുപ്പില്ലാതെ. ഇവിടെ സുപ്രീം കോടതി ഉണ്ട്, മനസ്സിലായോ? ഹൈക്കോടതി അല്ല അവസാന വാക്ക്, ഇനി സുപ്രീം കോടതി ഉണ്ട്. ഹൈക്കോടതി ഉണ്ട്, സുപ്രീം കോടതി ഉണ്ട്, മനസ്സിലായോ? എത്രയോ കേസുകൾ, രാഹുൽ എന്താ അത് പറയുന്നത്, എത്രയോ കേസുകൾ ഇതുപോലെ പിന്നെ കുറ്റക്കാരനല്ല എന്ന് പിന്നെടുത്ത് വിധി എഴുതിയതിനു ശേഷം ഹൈക്കോടതിയിൽ കുറ്റക്കാരനായി കണ്ടെത്തിയിരിക്കുന്നു, സുപ്രീം കോടതിയിൽ കുറ്റക്കാരനായിട്ട് കണ്ടെത്തിയിരിക്കുന്നു. അതെന്താ പറയാത്തത്? ഇതാണോ അവസാന വാക്ക്? അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതി സുപ്രീം കോടതി വേണ്ടല്ലോ, ഒന്നും വേണ്ടല്ലോ, സെക്ഷൻ കോടതി മാത്രം മതി. ഓക്കെ, അവർ പറഞ്ഞ അവസാന വാക്കാണ്, ഇനി ഒന്നുമില്ല. പണം കൊടുത്ത് നമ്മൾ ജഡ്ജി വരെ സ്വാധീനിക്കുക, എല്ലാം ചെയ്യുക. ഓക്കെ, എന്ത് തേങ്ങ വേണോ ചെയ്യുക. ഇതുപോലെ രാഹുൽ ഈശ്വരന്മാരുണ്ടല്ലോ, പണം കൊടുത്തു കഴിഞ്ഞാൽ ആരെ വേണോ കാലം നിൽക്കാൻ വേണ്ടിയിട്ട് പച്ചക്കള്ളം ഇരുന്ന് ഒരു ഉടുപ്പില്ലാതെ പറയാൻ വേണ്ടിയിട്ട്, പറയാൻ കെൽപ്പുള്ള നാണവും മാനവും ഇല്ലാത്ത ഈ പറയുന്ന രാഹുൽ ഈശ്വരന്മാരെ പോലുള്ളവരുള്ളപ്പോ ഇവിടെ വേട്ടക്കാര് തല ഉയർത്തി നടക്കും, അതിനൊരു മാറ്റമില്ല. അവര് പറയാണ് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്, ദുരൂഹതകളുണ്ട്, നിങ്ങൾ പാവപ്പെട്ട സാധാരണ ജനങ്ങളെ പറ്റിക്കാനുള്ള ഉടായ്പ് നമ്പറാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതായത് വീണ്ടും അതിജീവിതയുടെ കേസ് കോടതിയിൽ വരുന്നുണ്ട്, ഹൈക്കോടതിയുടെ സമക്ഷം വരുന്നുണ്ട്. അത് യാതൊരു കാര്യവുമില്ലാതെ കേസിന്റെ മെറിറ്റിനെ ബാധിക്കാത്തൊരു വിഷയമാണ് മെമ്മറി കാർഡിനെ കുറിച്ചുള്ളത്. പക്ഷെ ആ മെമ്മറി കാർഡിനെ കുറിച്ചുള്ള വിഷയം വീണ്ടും ഊതി വീർപ്പിച്ച് ഏതെങ്കിലും രീതിയിൽ ഈ കേസുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുക. യാതൊരു കാര്യമില്ല. ഇത്ര ഉളുപ്പുണ്ടോ നിനക്ക്? ഈ വന്ന് പച്ചക്കള്ളം വിളിച്ചു പറയും. എന്താ ഒരു കാര്യമില്ലാത്തത്? മെമ്മറി കാർഡ് പരിശോധിച്ചത് വീണ്ടും പുനരന്വേഷിക്കണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നടി എന്ത് ചെയ്തു? കംപ്ലൈന്റ്. ഇതിന് യാതൊരു കാര്യവുമില്ല. അതായത് ഈ കേസുമായിട്ട് ഏതൊരു കാര്യമില്ലെന്ന് ഒരു ഉളുപ്പും ഇല്ലാതെ എന്ന് പറയണം. ഏതൊരു കാര്യം ഇല്ലായിരുന്നുവെങ്കിൽ മുമ്പ് ഈ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന്റെ കേസ് ആരാണ് ഈ മെമ്മറി കാർഡ് വീണ്ടും പരിശോധിച്ചത് എന്ന് പറഞ്ഞൊരു ഹർജി കൊടുത്തു. അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറുഹർജി കൊടുത്ത ആരാണ്? ഈ പറയുന്ന പേട്ടനാണ്. അതെന്താ? അവന്റെ ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലല്ലോ. അതുപോലെ എത്ര ഉളുപ്പുണ്ട് നിനക്ക്? ഒരു കേസിന്റെ ഏറ്റവും നിർണായകമായിട്ടൊരു സാധനമായിരുന്നു ആ ഒരു മെമ്മറി കാർഡ്. പീഡിപ്പിച്ച ദൃശ്യങ്ങൾ അത് പലവട്ടം അത് തുറന്നു നോക്കിയിരിക്കുന്നു. പലവരും ഈ പറയുന്ന ആരോപിതന്റെ കയ്യിലെത്തി എന്ന് വരെ ആരോപിക്കും. അത് ഈ കേസുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറയാൻ എത്ര ഉളുപ്പുണ്ട് നിനക്ക്? പിന്നെ ഇത് ഏത് കേസുമായിട്ടാണ് ബന്ധം? ഒന്ന് പറഞ്ഞു തരൂ രാഹുലെ. നീ ഈ പച്ചക്കള്ളം ഈ ജനങ്ങളെ, നിന്നെ വിശ്വസിക്കുന്ന കുറെ പാവാടകളുണ്ട്, അവരെ വിശ്വസിപ്പിച്ചോ? അരിയാഹാരം കഴിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാവും നീ പറയുന്ന കള്ളത്തരം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. എന്ത് ഉളുപ്പില്ലാ പറയുന്നതിന് ഒരു കാര്യമില്ലെന്ന്. ആ മെമ്മറി കാർഡും ഈ പറയുന്ന പിന്നെ ദിലീപ് കേസുമായിട്ട് ഒരു ബന്ധമില്ലെന്നാ പറയുന്നത്. ആണോ ഉളുപ്പും? അതിജീവിത ആരോ പറ്റിക്കുകയാണ്. ബാലചന്ദ്രകുമാറിന്റെ മരണത്തിലും രോഗബാധയിലും സംശയമുണ്ടെന്ന ഭാര്യ ഷീബയും പറയുന്നു. പരാതി നൽകുന്നതിന് മുൻപ് അനന്തു സുരേഷ് തന്നെ കണ്ടിരുന്നതായും ആവശ്യമെങ്കിൽ പുതിയ പരാതി നൽകുമെന്നും ഷീബ റിപ്പോർട്ടിൽ വ്യക്തമാക്കി. അതായത് അനന്തു സുരേഷാണ് പരാതി കൊടുത്തത്. എന്റെ കുടുംബത്തിന് പരാതി ഇല്ല, ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പരാതി കൊടുക്കുന്നു. ആർക്ക് ആവശ്യമുണ്ടെങ്കിൽ, റിപ്പോർട്ടർ ചാനൽ ആവശ്യമുണ്ടെങ്കിൽ, റിപ്പോർട്ടർ ചാനലിൽ ആർക്ക് ആവശ്യമുണ്ട് അവരത് തന്നെ പറഞ്ഞത്. ഞാനുമായിട്ട് വന്നു സംസാരിച്ചു, ഞാൻ തന്നെയാണ് പരാതി കൊടുക്കാൻ പറഞ്ഞത് എന്ന്. ഇനി ഞാൻ കൊടുത്താലേ ഇത് കേസ് മുന്നോട്ടാണ്, ഞാൻ വേണമെങ്കിൽ കൊടുക്കാം. അതിന് തമാശ ആക്കിക്കൊണ്ട് പറയാ ആർക്ക് റിപ്പോർട്ടർ ചാനൽ എടുക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ നീ എന്തിന് ദിലീപിന് വേണ്ടി വന്ന് ഈ പറഞ്ഞ വെള്ളഭൂഷൺ ദിലീപിന്റെ അടുത്ത് ഒന്ന് പറയാം വെള്ളഭൂഷാൻ വേണ്ടിയിട്ട് നീ എന്തിന് സംസാരിക്കുന്നു? എന്റെ അളിയനായിട്ടൊന്നും അല്ലല്ലോ ദിലീപ്, ആണോ? അല്ല, നിനക്ക് സംസാരിക്കാൻ അറിയാമല്ലോ. അപ്പൊ അവർക്ക് വേണ്ടി മറ്റാരെങ്കിലും സംസാരിക്കുന്നു. അപ്പൊ ആരും സംസാരിക്കാൻ പാടില്ല എന്നാണ് താങ്കൾ പറയുന്നത്? അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. അതുകൊണ്ട് മാഡത്തോട് ബഹുമാനത്തോടെ ആദരവോടെ, ഒരു 1.5 വർഷമാണെങ്കിലും ജീവിതത്തിൽ നിന്ന് ഒരാൾ പോകുമ്പോൾ വലിയ നഷ്ടവും വേദനയുമാണ്.
മാഡത്തോട് ബഹുമാനിക്കുന്നു. മാഡം എന്താണ് കുടുംബ സുഹൃത്തിനെ കൊണ്ടാണോ കുടുംബ സുഹൃത്താണോ പരാതി കൊടുക്കേണ്ടത്? താങ്കളുടെ ഭർത്താവിന്, താങ്കളുടെ വീട്ടിലെ ഒരാൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ പകുതിയായ ഒരു വ്യക്തി പോയാൽ താങ്കൾക്ക് സംശയം ഉണ്ടെങ്കിൽ താങ്കളല്ലേ പരാതി കൊടുക്കേണ്ടത്? അനന്തു സുരേഷ് എന്ന് പറഞ്ഞ കുടുംബ സുഹൃത്താണോ പരാതി കൊടുക്കേണ്ടത്? നിങ്ങളെ ഉപയോഗിക്കുകയാണ്. അതായത് വീണ്ടും കേസ് കോടതിയിൽ വരുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ഡ്രാമ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യാൻ അവർ പറയുന്ന കമന്റ്സിനെ എടുക്കുന്നില്ല. കാര്യം അദ്ദേഹത്തിന്റെ ഭാര്യയാണ്, സ്ത്രീയാണ്, അതുകൊണ്ട് ഞാൻ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് എന്താ രാഹുലെ അവര് പറയുന്ന സാധനം നീ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കത്തത്? കാണിച്ചു കൊടുത്താൽ നീ പെടും. അവര് പറയണ ഞാൻ എടുക്കില്ലെന്ന്. പിന്നെ ബാലചന്ദ്രകുമാറിനെ പറയാനുള്ളതൊക്കെ പറഞ്ഞു. അവര് പറഞ്ഞു അവരെന്തുകൊണ്ടാണ് ഈ പരാതി കൊടുത്തത് എന്ന് അവരുടെ ഒരു ന്യായീകരണമുണ്ട്. അത് ഞാൻ എടുക്കുന്നില്ല. പാവ അവര് ഭാര്യയല്ലേ എന്ന്. ഈ ഉളുപ്പ്, ഈ ഉടായ്പത്തരമൊക്കെയാണ് ഈ പറയുന്ന ജനങ്ങൾ മനസ്സിലാക്കുന്നത് എന്നുള്ളത്. ആ ഒരു സാധനം ഞാൻ വെച്ച് തരാം. അവർ എന്താണ് പറഞ്ഞത് അത് കേൾക്കുമ്പോൾ മനസ്സിലാവും. പക്ഷെ അത് ഇവിടെ ഈ ഇതിനകത്ത് വെച്ച് ഞാൻ ഈ പ്രേക്ഷകർക്ക് മനസ്സിലാവും. പ്രേക്ഷകർ ക്വസ്റ്റ്യൻ ചോദിക്കും. അതുകൊണ്ട് ആദ്യം ഞാൻ എടുക്കുക അത് പെൺകുട്ടിയല്ലേ എന്ന് പറഞ്ഞ് എടുക്കുന്നില്ല. അതുപോലെ ഇവ ഇതിനകത്ത് പറയുന്നുണ്ട് ഇത് ദിലീപിനെ കുടുക്കിയത് മറ്റാരുമല്ല 2 സ്ത്രീകളാണെന്ന്. അതായത് ദിലീപ് വന്നവരെന്ന് പറഞ്ഞില്ല ആര്, മഞ്ജു വാര്യരെ കുടുക്കിയെന്നാണ് പറഞ്ഞു വരുന്നത് അവൻ. മഞ്ജു വാര്യരുടെ എന്താണ് ഈ പറയുന്ന പിന്നെന്തിന് വൈരാഗ്യം തീർത്തതാണ് എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. അവർ പറയുന്നത് തന്നെ പല കാര്യങ്ങളും ഉണ്ട്. അതിന് എന്നെ പറഞ്ഞ് വിമർശിക്കാനുണ്ട്. പക്ഷെ ഞാൻ പറയുന്നില്ല. അവരോടുള്ള ബഹുമാനവും. അദ്ദേഹം മരിച്ചുപോയി. ശ്രീ ബാലേന്ദ്രകുമാർ പറഞ്ഞത് എല്ലാം കള്ളങ്ങളായിരുന്നു. ഒരു മനുഷ്യനെ കൊടുക്കാൻ നോക്കിയതാണ്. ശ്രീ ദിലീപിന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിലോ, നിങ്ങളുടെ അച്ഛനോ നിങ്ങളുടെ സഹോദരനോ നിങ്ങളുടെ മകനോ ആയിരുന്നെങ്കിലോ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ 10-85 ദിവസം ജയിലിൽ കിടക്കുകയും ജീവിതത്തിൽ ഇത്രയും വർഷങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്ത ഒരു വ്യക്തി കള്ളക്കേസിൽ നിങ്ങളാണ് പെട്ടതെങ്കിലോ ഇത് 100% കള്ളക്കേസാണ്. ആ കള്ളക്കേസിന് പുതിയ മസാല ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇതുകൊണ്ടൊന്നും നിലനിൽക്കില്ല. നിങ്ങളുടെ സഹോദരനായിരുന്നെങ്കിലോ എന്നാണ് ചോദിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ഈ പറയുന്ന അതിജീവിത നിന്റെ സഹോദരി ആയിരുന്നെങ്കിലോ, നിന്റെ ഭാര്യ ആയിരുന്നെങ്കിലോ, അപ്പോൾ നീ ഇത് തന്നെ പറയുമായിരുന്നു? ആണോ? തനിക്കൊരു നീതി കിട്ടുക, തനിക്ക് ഇങ്ങനെ ഒരു അതിക്രമം നടന്നു, ഇത്രയും വലിയൊരു ക്രൂരത തന്നോട് നടന്നു, അയാൾ ആരാണ്? ആ വ്യക്തി വിചാരിക്കണം ഇന്ന ആളാണ് ചെയ്തത്. തെളിവ് ഉൾപ്പെടെ പലരും വന്ന് പറഞ്ഞ അവർക്ക് വിശ്വാസമായ ഒരു തെളിവാണ്. അവരെക്കാട്ടി വലുതല്ലല്ലോ താങ്കൾ. അവർക്ക് വിശ്വാസം ഇന്ന ആളാണ് ചെയ്തത് എന്ന് അവർ പറയുന്നു. അവർ ആ നീതിക്ക് വേണ്ടി അവർ പോരാടുകയാണ്. നീതി കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഭാര്യ ആയിരുന്നെങ്കിലോ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഇത് തന്നെ പറയുമായിരുന്നോ? അപ്പോഴും ഈ പറയുന്ന പേട്ടന്മാരെ, ഈ പറയുന്ന ഈ വേട്ടക്കാരന്മാരെ കൂടെ നിന്ന് അവരുടെ പൈസ വാങ്ങി താങ്കളുടെ ഭാര്യക്കെതിരായിട്ട് താങ്കൾ ഇതുപോലെ വന്നിരുന്ന് പറയുമോ? ഒരിക്കലും പറയില്ല. എനിക്കറിയില്ല. പറയൂ. അപ്പൊ ആ സംഭവം വിട്. ഇനി ഇവിടെ രാഹുൽ ഈശ്വർ സ്കിപ്പ് ചെയ്ത ഒരു സാധനമുണ്ട്. കാരണം അത് ഞാൻ ഇവിടെ വെച്ചുതരാം. ബാലുവിന്റെ മരണത്തില് ബാലുവിന് വന്ന അസുഖം എല്ലാത്തിലും എനിക്ക് സംശയമുണ്ട്. ഈ ശിവരാമകൃഷ്ണൻ ഡോക്ടർ മാത്രമാണ് ഞങ്ങൾക്ക് സംശയം. വേറെ ഒരു ഡോക്ടേഴ്സിനെയും ഈ കാര്യത്തില് നമുക്ക് സംശയമില്ല. ശരിക്കും പറഞ്ഞാൽ മറ്റൊരു അസുഖങ്ങളും ബാലുവിനില്ല. ബാലുവിന് ആദ്യം ഉണ്ടായിരുന്ന ഈ സ്റ്റോൺ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ അസുഖങ്ങളൊന്നും ബാലുവിനില്ല. സ്റ്റോൺ റിമൂവ് ചെയ്തപ്പോഴാണ് കിഡ്നി ഡാമേജ് ആയത്. അല്ലാതെ ബാലുവിന് വേറെ അസുഖങ്ങളൊന്നും ഇല്ല. തെളിവുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ടെസ്റ്റുകൾ ചെയ്തിട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും എന്റെ കയ്യിലുണ്ട്. ആ ഒറ്റ സ്കാൻ മാത്രം മതി ബാലുവിന് എന്ത് സംഭവിച്ചു, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അത് എന്റെ കയ്യിലുണ്ട്. എല്ലാ റിപ്പോർട്ടുകളും എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ തെളിവുകൾ എനിക്ക് കൊടുക്കാൻ പറ്റും. അനന്ത് ഈ പരാതിയായിട്ട് പോകുന്നതിന് മുമ്പ് എന്നെ വന്ന് കണ്ടിരുന്നു. വിശദമായിട്ട് കാര്യങ്ങളെല്ലാം എന്നോട് ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷമാണ് അനന്ത് ഈ പരാതിയുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. ഒരു പരാതിയുടെ ആവശ്യം ഉണ്ട് എന്ന് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ഒരു പരാതിയായിട്ട് മുമ്പോട്ട് പോകും. ഈ സാധനമാണ് രാഹുൽ ഈശ്വർ സ്കിപ്പ് ചെയ്തത്. ഇതിനകത്ത് കൃത്യമായിട്ട് ഈ പറയുന്ന ബാലുവിന്റെ ഭാര്യ പറയുന്നുണ്ട് അവർക്ക് കൃത്യമായ സംശയമുണ്ട്. അവർ സംശയിക്കുന്നത് പേട്ടനെ അല്ല, അവർ സംശയിക്കുന്ന ആ ഡോക്ടറെയാണ്. മനസ്സിലായോ? ഡോക്ടറെ സ്വന്തം ഭാര്യയ്ക്ക് സ്വന്തം ഭർത്താവ് മരിച്ചതിൽ സംശയമുണ്ട് എന്ന് പറഞ്ഞു. അതായത് അവരൊരു സ്കാൻ റിപ്പോർട്ട് പറയുന്നത് അത് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാകുമെന്നാണ് പറയുന്നത്. അതിന് താങ്കൾക്ക് എന്തിനാ കുരു കൊട്ടുന്നത്? താങ്കളല്ലേ ഇതിനകത്ത് മറ്റതുമായിട്ട് ബന്ധപ്പെടുന്നത്? ഒരു ഭാര്യയ്ക്ക് സ്വന്തം ഭർത്താവ് മരിച്ചത് ദുരൂഹതയുണ്ട്. വെറുതെ ഒരു കിഡ്നി സ്റ്റോണുമായി പോയ വ്യക്തി എങ്ങനെ മരിച്ചു? അതിൽ സ്കാനിങ് റിപ്പോർട്ടും അതുമല്ല ഈ പറയുന്ന ഡോക്ടർ ഒരു കിഡ്നിയിലാണെന്ന് പ്രശ്നം, അടുത്ത കിഡ്നിയിൽ എന്തിന് കീറി എന്നുള്ള സംശയം അവർക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവും. എന്നിട്ട് ഈ ഡോക്ടർ ഇവിടുന്ന് മുങ്ങി എന്തിന് ഈ പറയുന്ന വിദേശത്ത് പോയി, അമേരിക്കയിൽ പോയി ഒളിച്ചിരുന്നത് എന്ത്, ഇവരുടെ സംസാരിക്കാത്തത് എന്ത്, ഇതൊക്കെ അവർക്ക് സംശയമുണ്ട്. അതുകൊണ്ട് അവർ തെളിവ് സഹിതം എന്ത് ചെയ്തു? സർക്കാരിന് അയച്ചു കൊടുത്തു. അവരത് തെളിവ് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലായി. അവരെന്ത് ചെയ്തു? അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവിട്ടു. അതിന് നീ കിടന്ന് പൊള്ളണേ എന്തിനാ? നിന്റെ പേട്ടനെ ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. നീ കിടന്ന് പൊള്ളണേ എന്തിനാ? അവരുടെ ഭാര്യ, അതുമല്ല
ബാലു വന്നപ്പോൾ ഒരു കുടുംബ സുഹൃത്ത് വന്നപ്പോൾ അതൊരു പെണ്ണാണ്, ഒറ്റയ്ക്ക് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഒരു സഹോദരനെ പോലെ ഒരാൾ വന്നപ്പോൾ അയാളോട് തുറന്ന് കൊടുക്കാൻ പറഞ്ഞു. അവരുടെ കൺസെന്റ് വാങ്ങിച്ചതിന് ശേഷമാണ് പുള്ളി കേസ് കൊടുത്തത്. ഇതിവിടെ ഈ പറയുന്ന ഈ സാധാരണക്കാരെ പിന്നീട് കള്ളം പറഞ്ഞ് വലിപ്പിച്ച് അവരെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നത് താങ്കളാണ് രാഹുൽ ഈശ്വരെ. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാപമൊക്കെ താങ്കൾക്ക് കിട്ടാതിരിക്കട്ടെ എന്നുള്ളതാണ്. കുറെ പാപങ്ങൾ പൈസ വാങ്ങിച്ചിട്ട് ചെയ്യുന്നുണ്ട്, അതൊക്കെ താങ്കൾക്ക് കിട്ടാതിരിക്കട്ടെ എന്ന് മാത്രം ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.